everyone. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി നോക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോളേജിൽ ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പറഞ്ഞ് വലിയ വലിയ പേരുകളൊക്കെ നമ്മളൊന്ന് ചുരുക്കി പറയാറുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വേർഡ്സ് ഫ്രീക്വന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടാവും, പക്ഷെ എന്താണ് ഫുൾ ഫോം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, ജോബ് സെർച്ച് ചെയ്യുന്നവരെ ഫസ്റ്റ് ഡിക്ഷണറിയിൽ വരുന്ന ഒരു വേർഡാണ് HR എന്ന് പറയുന്നത്. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBA കഴിഞ്ഞവർക്ക് വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ പോലും HR എന്ന് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന വേർഡിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് HR അഡ്മിനിസ്ട്രേറ്ററിനെ അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവിനൊക്കെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അവരായിരിക്കും നിങ്ങളുടെ ജോബ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ആ വേർഡ് നിങ്ങൾ എന്തായാലും ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വേർഡാണ് JD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ സാധാരണ കമ്പനീസ് വേക്കൻസി തരുന്ന സമയത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെയാണ് ഈ ഒരു വേക്കൻസിയുടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്, ഇതൊക്കെയാണ് ഈ കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ വേർഡ്. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വേർഡ് ആയിരിക്കും MNC, അതായത് മൾട്ടിനാഷണൽ കമ്പനി. അതായത് അവരുടെ സർവീസസ് ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും അവർ ഫംഗ്ഷനിങ് ആണ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോം ആണ് MNC. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ MLM എന്നൊരു വേർഡ് നിങ്ങൾ ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ പോലും MLM റിലേറ്റഡ് ആയിട്ട് വർക്ക്. ഇപ്പോൾ സാധാരണ കമന്റ് ബോക്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കാണാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആണ് MLM. അതുപോലെ തന്നെ രണ്ടാമത്തത് SD എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ട്, അതായത് സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നാണ്. അതായത് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ട്രെയിനർ അങ്ങനത്തെ ഒക്കെ പ്രൊഫൈൽസിൽ ആളുകൾ വർക്ക് ചെയ്തിരുന്നു, എന്നാൽ അതിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗവൺമെന്റിന്റെ ഒക്കെ പ്രൊജക്റ്റിലുള്ള ഒരു ഷോർട്ട് ഫോം ആണ് സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളത്. ഇനി മറ്റൊരു വേർഡ് പറയുകയാണെങ്കിൽ AM എന്ന് പറയും, അതായത് ഏരിയ മാനേജർ. അതായത് ഒരു കമ്പനിയുടെ തന്നെ ഓഫീസ് ബേസിന്റെ ആ ഒരു ഏരിയ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓഫീസ് മാനേജ് ചെയ്യുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ് ഏരിയ മാനേജർ ഓർ AM എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വേർഡ് നോക്കാം. അതായത് സാധാരണ ഇപ്പൊ കുറെ വീട്ടമ്മമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളത്. അപ്പൊ അതിന് സാധാരണ ഷോർട്ട് ഫോം ആയിട്ട് WFH എന്ന് എഴുതി കാണുന്നുണ്ട്. അപ്പൊ പല പോസ്റ്റേഴ്സ് നിങ്ങൾ കാണുന്നത് ഷെയർ ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് ഈ WFH എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ്. ഇനി വേറെ പ്രൊഫൈൽസ് ഇപ്പോൾ ഡിസൈൻഡ് ആയിട്ട് വന്നിട്ടുള്ളതിലും അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്നതിലൊക്കെ കണ്ടിട്ടുള്ള മറ്റൊരു വേർഡാണ്, അതായത് WFO, അതായത് വർക്ക് ഫ്രം ഓഫീസ് എന്നുള്ളതിനെ ഷോർട്ടായിട്ട് ആ രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇനി നമ്മൾ ഒരു കമ്പനിയുടെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനൊരു ഹൈറാർക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു പോസ്റ്റാണ് CEO, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള ഒരു വേർഡാണ് വരുന്നത്. അതുപോലെ തന്നെ MD എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട്, അതായത് മാനേജിംഗ് ഡയറക്ടർ. അതിന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു, അതിന്റെ ഡിസിഷൻ, അതിന്റെ സിഗ്നേച്ചർ അതോറിറ്റി, അതൊക്കെ വരുന്നതാണ് MD എന്ന പോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ റിലേറ്റഡ് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ HM എന്ന് നമ്മൾ എപ്പോഴും പറയാൻ പഠിക്കുന്ന സമയത്ത് ഹെഡ് മിസ്ട്രസ് എന്നുള്ള, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നുള്ളതിനൊക്കെ ഷോർട്ട് ആയിട്ട് നമ്മൾ HM പോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജർ എന്നൊക്കെ ഉള്ളതിന് OM എന്നുള്ള ഷോർട്ട് ഫോംസ് ആണ്. ഇനി ഈ ഒരു വിശേഷങ്ങളുടെ കൂടെ തന്നെ നമ്മൾ സ്മാർട്ട് ന്യൂസിനെ നിങ്ങൾ അതും കൂടെ ഒന്ന് അറിയൂ. അതായത് SM എന്നുള്ള ഒരു, ഇപ്പൊ നമുക്ക് SM ടോക്സ് എന്ന് പറയുന്നത് സ്മാർട്ട് ന്യൂസ് നമ്മൾ ഷോർട്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളുടെ കമന്റ് സെക്ഷൻ ഇനി ഫുൾ ആയിട്ട് ലൈവ് ആവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല ഷോർട്ട് ഫോംസ് ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അത് ബാക്കിയുള്ള ഇൻഫർമേഷനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.